വാർത്തയിലേക്ക്. അന്വേഷണ കമ്മീഷനുകൾക്ക് മേൽ അടയിരിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റേതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ നിലപാടിലും ആരോപണ വിധേയരായ മന്ത്രി ഗണേഷ് കുമാറും മുകേഷ് MLAയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ജാഥ കാൽടെക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളിൽ സർക്കാർ നടപടിയെടുക്കാതെ ഇരകളെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ചില റിപ്പോർട്ടിന്മേൽ നടപടിയൊന്നും എടുത്തില്ലെന്ന് മാത്രമല്ല, പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി പരാതി തന്നെ ഇല്ലാതാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടും ഇതേവരെ സംസ്കാരമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ല. ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും തയ്യാറായത്. ആ റിപ്പോർട്ടാകട്ടെ അപൂർണവുമായി. ഇടതുമുന്നണിയെ ബാധിക്കുന്ന തരത്തിൽ ഇടത് ചിന്താഗതിക്കാരായ ചിലരുടെ കൊള്ളരുതായ്മകൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. സംസ്കാരം തൊട്ടുതീണ്ടാത്ത സംസ്കാര മന്ത്രി, ആ മന്ത്രി എന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായ റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുത്തിട്ട് 2.5 വർഷമായി. നിങ്ങൾ മനസ്സിലാക്കണം, ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് 2.5 വർഷമെടുത്തു. കോടിക്കണക്കിന് രൂപ ചെലവുള്ള ഒരു റിപ്പോർട്ടാണത്. പൈസയല്ല, പണമല്ല ഇവിടെ വിഷയം. അതിലും മാരകമായ സംഭവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഫീൽഡിൽ നടക്കുന്നുള്ളത് എന്ന് മനസ്സിലാക്കണം. ആരാണ് ഹേമ? ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ്. അവരെല്ലാവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് 2.5 വർഷമെടുത്ത് സുതാര്യമായി നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് 2.5 വർഷം അതിന്റെ മുകളിൽ കയറി അതാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ അടയിരുന്നവനാണ് കേരളത്തിലെ സംസ്കാരമില്ലാത്ത സംസ്കാര മന്ത്രി എന്ന് ആലോചിക്കണം. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ്, EP ശ്യാമള, അത്തായി പത്മിനി, TC പ്രിയ, KP വസന്ത, ധനലക്ഷ്മി PV, ചഞ്ചലാക്ഷി PV, ഉഷാകുമാരി, K ഉഷ, അരവിന്ദ്, ഷർമിള A എന്നിവരും സംസാരിച്ചു.